Hi everybody. We are dealing with the chapter addition. So today we are going to do the remaining exercises from the textbook. See, write in columns and add. ഇതിന്റെ ബാക്കി നമ്മൾ 6 ആണ് നമ്മൾ ചെയ്തല്ലേ. അപ്പോൾ ഇന്നലെ നിങ്ങൾ ചെയ്തു പഠിച്ചോ? അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സാം ഉടനെ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, സെക്കൻഡ് ചാപ്റ്ററിന്റെ എക്സാം ഉടനെ കാണും. അപ്പം ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ 7th ക്വസ്റ്റ്യൻ. എല്ലാവരും നന്നായിട്ട് ഓരോ ദിവസം പഠിപ്പിക്കുന്ന അന്ന് തന്നെ ചെയ്ത് പഠിക്കുക. ഒരു 5 times ചെയ്ത് പഠിക്കുക. അത് എങ്ങനെ ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത്, റൈറ്റ് ദ പ്രോബ്ലംസ് ഇൻ അനദർ ബുക്ക് and you have to do your own. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ, മാം ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു ബുക്കിൽ ഈ പ്രോബ്ലംസ് തന്നെ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ മാർജിൻ and this is the working order. First 7th question, 1111 plus 6699 ഇതാണ് ആൻസർ എഴുതേണ്ടത്. എന്താണ് നമ്മളോട് പറഞ്ഞത്, റൈറ്റ് ഇൻ കോളംസ് ആൻഡ് യു ഹാവ് ടു ആഡ്. ഹാവ് ടു ഡ്രോ 3 columns here. Ones, tens, hundreds, thousand. According to the place value, you have to write this number according to the place value. 1, 1, 1, 1. Then 9, ones place 9, tens place also 9, hundreds place 6, thousand place 6. Plus addition and plus 9 plus 1 10. Number bonds പഠിച്ചില്ലേ? So addition will be more easier for you. Okay, 9 plus 1 10. 10 means 10 ones ആണത്. 10 ones means 1 tens. ഇത് ones പ്ലേസിൽ ഈ 1 എവിടെയാണ്? tens പ്ലേസിൽ. So we have to write the ones place number, that is 0. 1 is carried over to tens. 9 plus 1 10. 10 plus 1 11. 11 എന്താണ്? നമ്മൾ tens പ്ലേസ് കൂട്ടിയപ്പോഴാണ് 11 കിട്ടിയത്. അപ്പം 11 tens. 11 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 tens എന്ന് പറഞ്ഞാൽ 100ഉം 110ഉം. 100ഉം 110ഉം ആണ് 11 tens. അപ്പൊ ഈ ടെൻസ് നമ്മൾ ഇവിടെ എഴുതി, 100 എവിടെയോട്ട് പോയി? ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇവിടെ നമ്മൾ കൂട്ടിയപ്പോ എത്ര കിട്ടി? 9 plus 1 10. 10 plus 1 11. 11 കിട്ടി. അപ്പൊ 11 എന്ന് പറയുന്നത് ഇത് ടെൻസ് പ്ലേസും ഇത് ഹൺഡ്രഡ്സ് പ്ലേസും. അപ്പം വൺസ് പ്ലേസ് കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻസ് പ്ലേസ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസ്. അപ്പൊ ടെൻസ് പ്ലേസിലെ 1 ഇവിടെ എഴുതി, ഹൺഡ്രഡ്സ് പ്ലേസിലെ 1 ഈസ് ക്യാരിഡ് ഓവർ ടു ദിസ് 100th പ്ലേസ്. അങ്ങനെ ഓർത്തു. 6 plus 1 7. 7 plus 1 8. അപ്പം 8 100. 6 plus 1 7. So the answer is 7810. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തിരുന്നു. 7810. First of all, you have to listen carefully. Then only you have to write. Okay? അങ്ങനെയാണെങ്കിലേ മനസ്സിലാവുള്ളൂ. ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ എഴുതാൻ തുടങ്ങി ഒന്നും മനസ്സിലാവുകയില്ല. Then write down in your notebook. 1121 plus 3009.
The same way you have to draw columns and add. ഇത് കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഒരു leave one line and write the next question, and ആ ക്വസ്റ്റ്യന്റെ നേരെ നമ്മൾ you have to draw the column. Ones place, tens place, hundredth place and thousandth place. Look here, 1, ones place 1, tens place 2, hundredth place 1, thousandth place also 1. Then look here, 3009, how we write? 9 in the ones place, paravegam kudu parne, 0 in the tens place, adutha 0 in the hundredth place, then 3 in the thousandth place. അല്ലേ, എല്ലാരും ഉറക്കെ കൂടെ പറഞ്ഞേ, അപ്പൊ ഒരുമിച്ച് നമുക്ക് മാത്സ് പഠിക്കാം. 9 plus 1 give? Yes, 10. 10 in what we have to write here? Yes, 0. 0 we write here. 1 is carried over to? Yes, tens place. 2 plus 0? 2. 2 plus this carried over 1 give? Yes, 3. This 1 plus 0? 1. 3 plus 1? 4. And this is addition without regrouping ആണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. 4130. This is the answer. Write down. Look at the next question. Question number 9. 2622 plus 3288. നമ്മൾ നേരത്തെ പോലെ തന്നെ കോളം വരച്ചു. വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്ത്ത് പ്ലേസ് ആൻഡ് തൗസൻഡ് പ്ലേസ്. 4 digit നമ്പർ ആയതുകൊണ്ടാണ് these 4 columns. So we have to write the numbers according to the place value. 2, വേഗം ഉറക്കെ പറ. 2, 100th place, 6, 2 in the 1000th place. Then next this number. വേഗം പറഞ്ഞോ. Yes, 8, 2, 3. അല്ലേ? We draw a line here. Then you have to add 8 plus 2. While adding these numbers in the tens place, we get 8 plus 2. Yes, 10. 10 means 1 and 0. 0 in the ones place and 1 is carried over to the tens place. So we write 0 here and 1 is carried over to tens place. Again 8 plus 2, 10. 10 plus 1, 11. 11 നോക്കി, 11. ഇതേതാ ടെൻസ് പ്ലേസിലാണ് നമ്മൾ 11. അപ്പം 1 in the tens place and 1 in the 100th place. ഈ 1 hundreds ആണ്. അപ്പം 1 hundreds and 1 tens. അപ്പം we write 1 here and 1 is carried over to the 100th place. 6 plus 2, 8. 8 plus 1, 9. Then 3 plus 2, yes, 5. So the answer is 5910. Write this. Look here. Next 3 questions you have to do as homework. Look here. First of all, draw columns. 2, 6, 4, 5. Addition ആണ് 8, 3, 5, 1. First add ചെയ്യാൻ അറിയാലോ. വൺസ് പ്ലേസിലെല്ലാം കൂടെ ആഡ് ചെയ്യുക. 8 plus 2, yes, 10 0, balance 1 goes here. Balance അല്ല, carried, 1 is carried over to tens place. 6 plus 3, yes, 9. 9 plus 1 is carried over കൂടെ കൂട്ടുമ്പോൾ 10. 10 ഇവിടെ എന്താണ് 0,
Then again 1 is carried over to the 100th place. 4 plus 5, 4 plus 5, 9. 9 plus this carried over 10. But 0, again 1, 5 plus 1, 6, 6 plus 1 is 7. You have to write the answer. Then 11th, look at the 11th question. Look here. You have to write the 11th question. 3652 plus 5423. Draw. ഇവിടെ എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതിയ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. You have to write this. You have to draw this column near the question only. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ കോളം വരയ്ക്കുക, എഴുതുക. ആഡ് ചെയ്യാൻ അറിയാമല്ലോ. ആൻസർ കറക്റ്റ് ആക്കി മാത്രം ചെയ്യുക കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെ എഴുതുക. 2 plus 3, you have to write the answer. 5 plus 2 അറിയാലോ, നമ്പർ ബോർഡ് പഠിച്ചതാണല്ലോ. Write the answer. 6 plus 4, അവിടെ റീഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. അപ്പൊ write 0 here. 1 is carried over to this place. 3 plus 5 അറിയാം. Again 1 you have to add and write the answer. Then look at the next question. Look here, the 12th question. ഈ 3 questions ആണ് homework. 10, 11 and 12. 4312 plus 2678. You have to arrange these numbers according to the place value. While arranging this one, 8, 7, 6, 2. This is addition. Draw a line here. 8 plus 2 അറിയാലോ. അപ്പോൾ 0, 1 is carried over to 10th place. 7 plus 1, 8. 8 plus this carried over 1 give 9. 6 plus 3 right here. 4 plus 2 right here. അപ്പം എല്ലാവരും ആൻസർ കറക്റ്റ് ആൻസർ മാത്രം എഴുതുക, കറക്റ്റ് ആയിട്ട് മാത്രം കൂട്ടുക. അപ്പോൾ എന്നിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മാത്സ് ചെയ്ത് 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 തന്നെ പഠിക്കുക. വേറെ ഒരു ഈസി മെത്തേഡും ഇല്ല. യു ഹാവ് ടു ഡു ദ പ്രോബ്ലംസ്. ഇപ്പൊ കാണുമ്പോൾ ബോർഡെ കാണുമ്പോൾ മിസ് പറഞ്ഞു തരുമ്പോൾ എല്ലാം ചെയ്യും. അപ്പൊ ബുക്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ മനസ്സിലാകുന്നത്. സോ യു ഹാവ് ടു ഡു യുവർ സെൽഫ്. ഓക്കെ.